ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ എടുക്കുന്നത്. ഇന്ന് ഞങ്ങളെല്ലാവരും വീട്ടിലുള്ള ഒരു ദിവസം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെറിയൊരു വീഡിയോ പോലെ എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു, ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് പോലെ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അങ്ങനെ ഇന്ന് ഉച്ചക്കലത്തേക്ക് നമ്മൾ കൊഞ്ച് ബിരിയാണി ആയിട്ടോ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരും അവിടെ വന്നിരുന്നിട്ട് ബഹളമായിരുന്നു കേട്ടോ. ഒരാൾ വാക്കറിൽ ഇരുന്നിട്ട് കിടന്ന് വിളിക്കുന്നു, അടുത്ത ആൾ തറയിൽ ഒരു പാത്രം വെച്ചിട്ട് കിടന്ന് അലുമ്പായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ കൊടുത്തു. ഉച്ചയായപ്പോഴത്തേനും രണ്ടുപേർക്കും ഫുഡൊക്കെ വാരി കൊടുത്തു. അവർക്ക് കൊഞ്ച് ബിരിയാണി ഒന്നും അല്ല കേട്ടോ കൊടുത്തത്, അവർക്ക് ചോറാണ് കൊടുത്തത്. ചോറും പപ്പടവും നെയ്യൊക്കെ ഒഴിച്ചിട്ട് അവർക്ക് ചോറ് കൊടുത്തു. കൊഞ്ചും ഞണ്ട് ചിക്കൻ അങ്ങനത്തെ ഫുഡൊന്നും കൊടുത്തൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ അവർക്ക് ചോറൊക്കെ കൊടുത്തു. കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്നൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ സമയങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് കിട്ടാറ്. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ദിവസം, അല്ലെങ്കിൽ റിലാക്സ് ആയിട്ട് നിൽക്കുന്ന ദിവസം അങ്ങനെയൊക്കെ ഭയങ്കര കുറവാണ്. ഇപ്പം രാവിലെ പോവും, രാത്രിയാകുമ്പോൾ വരും, അങ്ങനെയല്ലേ എല്ലാ ദിവസവും ലൈഫ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള അപൂർവമായിട്ടുള്ള ദിവസങ്ങൾ കിട്ടുന്നത് വളരെ അപൂർവമായിട്ടാണ്. അപ്പോൾ ശരിക്കും ഓഫ് ഉണ്ടാവും, പക്ഷെ ഇന്ന് ഹർത്താലായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എങ്ങും പോകാനും ഇല്ല, വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഒരു ദിവസമാണ്. മറ്റേ നമുക്ക് ഒരു ഓഫ് കിട്ടുമ്പോഴായിരിക്കും 100 കാര്യങ്ങളാണ്. കടയിൽ പോകാൻ കാണും, ബാങ്കിൽ പോകാൻ കാണും, അങ്ങനെയൊക്കെ ഓരോരോ കാര്യമായിട്ട് നമ്മൾ ബിസി ആയിരിക്കും. പക്ഷേ ഇന്നത്തെ ദിവസം ശരിക്കും ഭയങ്കര റിലാക്സ് ആയിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, കുഞ്ഞിനും പഠിക്കാൻ പോകണ്ടായിരുന്നു, പൊടിയും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊഞ്ച് ബിരിയാണിയൊക്കെ വെച്ചു, പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കി, പിന്നെ തണ്ണിമത്തൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതും കട്ട് ചെയ്ത് വെച്ചു. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ എടുത്ത് ജ്യൂസൊക്കെ അടിച്ച് വെച്ചു. അപ്പം പൊന്നു ആദ്യമേ വന്നിട്ട് കൊഞ്ച് തപ്പാൻ വേണ്ടിയിട്ട് അവൾ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ട്യൂഷൻ പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ടായിരുന്നു, 2:30 ട്യൂഷൻ. അപ്പോൾ അമ്മയും അവയും ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കുറേ നേരമായിട്ട് കാണാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ, കുഞ്ഞിന് ട്യൂഷനും ഉണ്ടേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല കൊഞ്ചുമായിരുന്നു. ശരിക്കും ഇത് ബിരിയാണി വെക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട് മേടിച്ചതൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ചന്തയിൽ പോയപ്പോൾ അവിടെ കൊഞ്ചിരിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ മേടിച്ചത്. അപ്പോൾ പൊന്നു എന്നോട് പറഞ്ഞു, അമ്മ കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കി തരുമോ എന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ബിരിയാണി ആകുമ്പോൾ എളുപ്പമല്ലേ, നമുക്ക് പെട്ടെന്ന് പണിയും ഒതുങ്ങുമല്ലോ. അങ്ങനെ പിന്നെ കൊഞ്ച് ബിരിയാണി ആക്കി. അപ്പം ഒരാൾക്ക് വാക്കറിലിരുത്തി ജ്യൂസും എടുത്തു കൊടുത്തു, ഒരാളുടെ ഒരു ചെറിയ തണ്ണിമത്തൻ്റെ ഒരു പീസും എടുത്തു കൊടുത്തിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ഞങ്ങൾ കഴിച്ചൊക്കെ കഴിയാറായപ്പോഴത്തേനാണ് അമ്മയും അവയും കൂടി വന്നത്. അപ്പോൾ ശരിക്കും നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇട്ടുതരാം. കൊഞ്ച് ബിരിയാണി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ രണ്ടുപേരും കൂടി താഴെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കണ്ടുകൊണ്ട് പൊടി എന്ത് ചെയ്തു, ഈ കൊട്ട തുണി പിടിച്ചിട്ട് ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ ഈ കൊട്ടയ്ക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് രണ്ടുപേരെയും കൂടി ഇരുത്തി കേട്ടോ. ഇവള് വികൃതിയായിട്ടോ. ജാനിയാണ് മറ്റേ ഉടുപ്പില്ലാണ്ട് നിന്നത്, മറ്റേത് ആമി പൊതുവേ സൈലൻ്റാണ്, ജാനി പക്ഷേ വയലൻ്റാണ് കേട്ടോ. അവൾ ഭയങ്കര ബഹളമാണ്. പിന്നെ ഞങ്ങൾ വൈകിട്ട് ഇവളുമായിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എനിക്ക് ബീച്ചിലോട്ട് പോകാം, അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കുറച്ച് ബലൂണും ഒക്കെ എടുത്ത് ഊതി പെരുപ്പിച്ചൊക്കെ എല്ലാം ആയിട്ട് ബീച്ചിലോട്ട് പോയി. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും ഒരുപാട് ലേറ്റായി കേട്ടോ, സന്ധ്യയായി വരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നിരുന്നപ്പം ഇവളുമാരങ്ങനെ ഇരിക്കത്തില്ലല്ലോ. കുറച്ച് കുഞ്ഞുങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ക്ഷമയും കുറേ സമയമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവളുമാരും മണ്ണിൽ ഇരുത്തിയതും മണ്ണ് വാരി കളിക്കാനും മണ്ണ് തിന്നാനും ഒക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ രക്ഷയില്ലാന്ന് കണ്ടപ്പോഴത്തേനും പിന്നെ അവിടെ നിന്ന് നേരെ മീൻ മേടിക്കാനായിട്ട് ഹാർബറിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. അവിടെ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രോളിങ് ആണെങ്കിലും നമുക്ക് മീനൊക്കെ കിട്ടുന്നുണ്ട്, എന്നാലും ഭയങ്കര ലാവിഷായിട്ടൊന്നും അല്ല, അത്യാവശ്യം ഇച്ചിരി വില കൂടുതലൊക്കെ, എന്നാലും മീൻ കിട്ടുന്നുണ്ട്. അപ്പം മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ മീൻ മേടിക്കാനായിട്ട് അവിടോട്ട് പോയി നിന്ന സമയത്ത് നല്ല അടിപൊളി മഴയായിരുന്നു. പിന്നെ ആ മീൻ വിൽക്കുന്ന ആൻറ്റിയുടെ അവിടെ വലിയ കുട വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തൊക്കെ കയറി നിന്നു. പിന്നെ അവിടെ നേരെ ബീച്ചിൻ്റെ അടുത്ത് വന്ന് പെനി വന്നിട്ട് ഐസ്ക്രീം മേടിക്കാനായിട്ട് കയറി. ബീച്ചിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒരു സൺഡേയിലും അവധി ദിവസമൊക്കെ ഉള്ളൊരു തിരക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു. ശരിക്കും എല്ലാവരും വീട്ടിൽ നിൽക്കുന്ന ദിവസമല്ലേ, ഇപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും റിലാക്സ് ആയിട്ട് വീട്ടിൽ നിൽക്കാൻ പറ്റിയൊരു ദിവസമല്ലേ, പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും പോയി ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ കറങ്ങാൻ നിന്ന്. എന്നിട്ട് ഞങ്ങൾ KFC കഴിക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ KFC ചെന്നപ്പോൾ അവിടെ ഭയങ്കര ആൾ, നമുക്ക് പാർക്കിങ്ങിന് പോലും സ്പേസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ചിക്കിങ്ങിലോട്ട് വന്നു. ചിക്കിങ്ങിൽ വന്ന് കഴിച്ചിട്ടൊക്കെ
നേരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വരുന്ന ഇവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, കാരണം ഇവിടെ കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ കൊണ്ടുപോയി കുറേ നേരം ഇരുത്തി കളിപ്പിക്കുകയൊക്കെ ചെയ്തു. കാരണം ഇവളുമാരിങ്ങനെ ക്ഷമയോടെ അങ്ങനെ ഇരിക്കുന്ന സൈസല്ലല്ലോ. അവിടെ നല്ല തിരക്കായതുകൊണ്ട് അത്യാവശ്യം കുറച്ച് സമയം എടുത്തു കേട്ടോ ഫുഡ് കൊണ്ടുവരാനായിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി. അതുമാതിരി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മളുടെ പാർട്ടി ഓഫീസിൻ്റെ അടുത്ത് നമ്മുടെ മാമൻ്റെ കടയിൽ വന്നു. നേരെ അവിടുന്ന് ഒരു സോഡാ നാരങ്ങ കുടിക്കാനായിട്ട് വന്നു. എനിക്ക് ഈ KFCൻ്റെ കൂടെ കോള കുടിക്കുന്ന അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവിടെ കോള ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്താ സ്പ്രൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്പ്രൈറ്റ് മേടിച്ചില്ല. ഇവിടുന്ന് നമുക്ക് സോഡാ നാരങ്ങ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് സോഡാ നാരങ്ങ കുടിച്ചപ്പോൾ ജാനി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇച്ചിരി വെച്ച് കൊടുത്തപ്പോൾ അവളുടെ എക്സ്പ്രഷൻ കണ്ടോ, അവൾ ചിരിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ഇച്ചിരി ഒന്നും കൂടി ഇങ്ങനെ വെച്ചെടുത്തപ്പോൾ അവൾക്ക് കിട്ടാത്തതുകൊണ്ട് ആ ഒരു എക്സ്പ്രഷൻ ഇല്ല. അങ്ങനെ ഇച്ചിരി കൂടി അടുപ്പിച്ചോട് വെച്ച് കൊടുക്കുമ്പോൾ ആ എക്സ്പ്രഷൻ നോക്കിക്കോണേ കണ്ടോ, ഭയങ്കര ക്യൂട്ടായിട്ട് അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് പതുക്കെ വണ്ടി എടുത്തുകൊണ്ട് മൈതാനം വഴി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നു. അപ്പോൾ ഇവർക്ക് അങ്ങനെ ചിക്കനും സോഡ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് വെച്ച് കൊടുത്തു എന്നുള്ള അവിടെ ആ ഒരു ചിരി കാണാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ഞങ്ങൾ നേരെ അമ്മയൊക്കെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് തിരിച്ച് ഞങ്ങളും വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആമി എപ്പോഴും ഫ്രണ്ടിലിരിക്കാൻ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും കേട്ടോ. പക്ഷേ ജാനി അങ്ങനെയല്ല, അവൾ ബാക്കിലിരുന്നോളും. നമ്മൾ ഫ്രണ്ടിൽ ഇരുത്തിക്കൊണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ടിൽ ഇരുത്തിക്കൊണ്ട് പോകാൻ ഭയങ്കര പേടിയാണ്. പിന്നെ അതുമല്ല AC ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ അധികം ഫ്രണ്ടിലിരുത്താറില്ല കേട്ടോ. സോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.